നേര്യമംഗലത്തിനടുത്ത വാളയാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. വന്യജീവി ആക്രമണം തടയുന്നില്ല എന്നാണ് പരാതി. അതിശക്തമായ സമരം ഞങ്ങൾ നടത്തും. എല്ലാ പാർട്ടി അംഗങ്ങൾക്കും സ്വാഗതം നേരുകയാണ്. ആൽവിൻ തോമസ് ചേർന്ന വിവരങ്ങളുമായി. ആൽവിൻ, ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? എന്ത് ഉറപ്പ് നൽകുന്നത് വരെ ഉപരോധം എന്നാണ് ഇവരുടെ നിലപാട്? സേതുലക്ഷ്മി, ഒരു അരമണിക്കൂർ മുമ്പാണ് വലിയ ഉപരോധം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയിൽ അവർ സംഘടിപ്പിച്ചത്. ആദിവാസി സമൂഹത്തിന്റെ വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ജനവാസ മേഖലയിലുള്ള ആളുകളും ഒക്കെ ചേർന്നാണ് ഇത്തരമൊരു ഉപരോധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഒറ്റക്കൊമ്പന്റെ വലിയ ശല്യം ഇവരിവിടെ നേരിടുകയാണ്. ആനയെ കൊണ്ട് വലിയ ശല്യം ഇവർ നേരിടുന്നു. കൃഷിയിടങ്ങൾ വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കുന്നു. ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന ഈ ആനയെ എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യമായി അവർ പറഞ്ഞത്. അവർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് അല്പം മുമ്പാണ് ഈ ദേശീയപാത ഉപരോധം അവസാനിപ്പിച്ചത്. ഇപ്പോഴും ആദിവാസി സമൂഹത്തിലുള്ള ആളുകളും മറ്റു ആളുകളുമൊക്കെയും ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ പറയുന്നത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വനം വകുപ്പ് എത്രയും വേഗം തീരുമാനമുണ്ടാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്ത ഒരു ആളാണ് പ്രശാന്ത്, അല്ലെ? പ്രശാന്ത് കഴിഞ്ഞ ദിവസം ആനയെ കണ്ട് ആന ആക്രമിക്കാൻ ഓടിച്ച് വാഹനത്തിൽ നിന്ന് വീണ് മുട്ടൊക്കെ വലിയ പരിക്കുകളുണ്ടായ ആളാണ്. എന്നാൽ അദ്ദേഹം ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ഒരു ആവശ്യം പറയുന്നത്? പിന്നെ കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ നേരെ ആന വരുന്നത്. നമുക്ക് ജോലി കഴിഞ്ഞ് വരുന്നതിനൊക്കെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലിയൊന്നും ഇല്ല. അതുകൊണ്ട് കോതമംഗല ആ ഏരിയയിലൊക്കെ പോയാണ് പണിയെടുക്കുന്നത്. ഇപ്പം ഞങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആന പെട്ടെന്ന് എന്നെ റോഡ് സൈഡിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ചിഹ്നം വിളിച്ച് അടുത്തേക്ക് ഓടി വരുമായിരുന്നു. അന്നേരം എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ രക്ഷിക്കാൻ ഒരാളുണ്ടായിരുന്നുകൊണ്ട് ആനയുടെ ശ്രദ്ധ തിരിച്ച് എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഒരു വർഷം ഞാൻ ഇപ്പോൾ ഇവിടെ ജീവനോട് നിൽക്കില്ലായിരുന്നു. അത് അന്ന് ഉണ്ടായ സംഭവം അത്ര നടക്കുന്ന ഒരു ഭയാനക അനുഭവമാണ് എനിക്ക്. വലിയ ശല്യമാണ് ഇവിടെ ഈ പ്രദേശത്താണ്. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇവിടെ ശല്യമുണ്ട്. ഒരു ജോലിക്ക് പോകാനോ ഒരു കാര്യത്തിനോ ആൾക്കും പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. മാത്രമല്ല എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ വേണ്ടി സംഭവിച്ചു, പരിക്ക് പറ്റി, ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ളതൊക്കെ അധികാരികൾ അറിഞ്ഞതാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണമോ ഒരു സഹായത്തിനോ ഒരു കാര്യവും ഉണ്ടായിട്ടുമില്ല. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഇവര് സഹികെട്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. വിവിധ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയിൽ താമസിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മെമ്പർ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. മെമ്പർ ഇവിടുത്തെ മെമ്പറാണല്ലോ, അല്ലെ? ഈ നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണോ? എന്താ അവസ്ഥ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റോഡ് ഉപരോധത്തിലേക്കൊക്കെ നീങ്ങുന്ന അവസ്ഥ വന്നത്? നിലവിൽ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഈ പ്രദേശത്തേക്കുള്ള ആളുകൾക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം സമരമായിട്ട് മുന്നോട്ട് പോകാണ്ട് ഇവിടുത്തെ പ്രദേശവാസി എന്ന നിലയിലും ഇവിടുത്തെ പഞ്ചായത്ത് അംഗം നിലയിലും നമുക്ക് ഇതല്ലാണ്ട് മാർഗമൊന്നുമില്ല. ആനയെ കൊണ്ട് പകലാണോ പ്രശ്നം, രാത്രിയാണോ പ്രശ്നം? എന്താണ് പ്രശ്നങ്ങൾ? പകൽ സമയങ്ങളിൽ ഈ ഫോറസ്റ്റിലേക്ക് കയറി നിൽക്കും. ഒരു 4 മണിയോടുകൂടി നമ്മുടെ ഈ റോഡിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അത് നിലവിലെ ഒരു മിനിറ്റ് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ആന കാരണം കുട്ടികൾ സ്കൂളിൽ പോകാതെ ഒരാഴ്ചയായിട്ട് കിടപ്പിലാണ്. അങ്ങനെ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് കുളമാങ്കുടി. അത് ഇവിടുത്തെ ആദിവാസികളും നാട്ടുകാരും ഉണ്ട്. ആദിവാസി കുട്ടികൾ ഒരുപാടുണ്ട് സ്കൂളിൽ പഠിക്കുന്നത്. അടിമാലി മുതൽ ഇവിടം വരെയുണ്ട്. ഇവർക്കെല്ലാം പോകാനും വരാനും വളരെ ബുദ്ധിമുട്ടും ദുരിതമായിട്ട് സ്കൂളിൽ പോകാതെ ഒരാഴ്ചയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒരു ആശുപത്രി പോകാൻ നിവൃത്തിയില്ല. വണ്ടി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഇങ്ങനെയുള്ള വിഷയത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ആനയെ ഇവിടുന്ന് തുരത്തണമെന്നുള്ളതാണല്ലോ ആവശ്യം. മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? നമുക്കിപ്പം ട്രെഞ്ചോ അല്ലെങ്കിൽ ഫെൻസിംഗ് സംവിധാനമോ ഗവൺമെന്റ് ഇതിന് ചെയ്തു. ഇവിടെ 7 കിലോമീറ്റർ അപ്പുറത്തെ വാളറ മേഖലകളിലേക്ക് ആന വരാണ്ടിരിക്കും. ആദ്യത്തെ ഒരു സമരം എന്ന നിലയിലാണോ ഇപ്പോഴത്തെ ഒരു സമരം? അല്ല, നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ നേരുമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് തന്നെ 4-5 സമരങ്ങൾ കഴിഞ്ഞു. 4-5 സമരങ്ങൾ കഴിഞ്ഞു. ഇന്നലെ റേഞ്ച് ഓഫീസിന് മുമ്പിൽ CPM-ന് ഒരു സമരം ഉണ്ടായിരുന്നു. ഇപ്പം ഇതെന്ന് വെച്ചാൽ 55 വർഷത്തിന് ശേഷമാണ് വാളറയിൽ ആന വരണേ. ആ അവസാനം വന്ന ആനയാണ് വാളറയിലെ മോഴ. ആ മോഴേനെ അന്നത്തെ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊല്ലുകയത്. ഇട്ടം മാത്തുക്കുട്ടി എന്ന ആനനായാട്ടുകാരനെ കൊന്നത്.
വാളറയിലെ മോഴ എന്ന പേരിൽ പുസ്തക രൂപമാണ്. അതിനുശേഷം അതൊക്കെ ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ്. അതിനുശേഷം ഇപ്പോഴാണ് ആന വരുന്നത്. ഇത്രയും നാട് വളർന്ന ശേഷം, ഇത്രയും ആധുനിക സംവിധാനങ്ങളും റോഡ് സംവിധാനങ്ങളും എല്ലാം വന്ന ശേഷമാണ് ഈ കാട്ടാന ഇങ്ങനെ വരുന്നത്. ഇത് നമ്മൾ ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത് സാധാരണ കാട്ടാനയല്ല. ഇത് ഒരു അപൂർവ ജനസിൽപ്പെട്ട ഒരു ആനയാണ്. ഒരു KSRTCയുടെ അത്രയും വലിപ്പമുണ്ട്. എപ്പോഴും റോട്ടിലാണ്. നിങ്ങളിവിടെ ചെന്ന് ഇപ്പം കയറി ചെന്നാൽ ഇവിടെ കാണും, ഈ റോഡ് സൈഡിൽ തന്നെ കാണും. അവൻ കാട്ടിലേക്ക് പോകില്ല, അവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാട്ടിൽ പോകും. അത് കഴിയുമ്പോൾ വരും. ഈ വിദേശ തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ മറിക്കും. വലിയ കൃഷിനാശം ഉണ്ടാക്കുന്നു. വലിയ സമര രൂപത്തിന് അവർ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹത്തിലുള്ള ആളുകളും രൂപം നൽകും എന്നുള്ളതാണ് അവർ പറയുന്നത്. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി ഈ ഇവിടെ അടുത്തുള്ള ആദിവാസി കുടികളിലും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലുമൊക്കെ ഇത് വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ആനക്കൂട്ടം തന്നെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. രാത്രിയും പകലുമില്ലാതെ അവർ ഉറങ്ങാതിരുന്നുകൊണ്ട് അല്പം മുമ്പ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ചില വാർക്ക കെട്ടിടത്തിന് മുകളിൽ കയറി ഇരുന്നാണ് രാത്രി അവർ നേരം വെളുപ്പിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്രത്തോളം വലിയ ദുരിതം അവർ ഈ കാട്ടാനയുടെ ശല്യം കൊണ്ട് നേരിടുന്നുണ്ട് എന്നുള്ള പറയുന്നു. RRT സംഘത്തെ എത്രയും വേഗം നിയോഗിക്കുക, റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിയോഗിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ആവശ്യമായി അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഈ ആനയെ മാറ്റി പാർപ്പിക്കുന്നത്. നമ്മളോട് സംസാരിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളെ അവർ സമരം ചെയ്തിരുന്നു. പക്ഷേ ആ സമരങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്കൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ വന്യജീവി അക്രമം ഈ ഭാഗങ്ങളിൽ എത്രത്തോളം ഭീകരമാണ്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാവുകയുള്ളൂ. അവരുടെ ആവശ്യം ന്യായവുമാണ്. എത്രയും വേഗം തന്നെ ഇതിലൊരു നടപടി, ശാശ്വതമായ ഒരു പരിഹാരം, സത്വരമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.